ബിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്താ ബീഫും കുറുക്കിന് വയ്ക്കണേ, അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വായ അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ മസാലകൾ ശരിയാക്കാം. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കണം. വെല്ലുള്ളി ഇടണം. വാടി വരട്ടെ. ഉള്ളി വേഗം വാടാൻ ഇത്തിരി ഉപ്പിടാം. അത് വാടി പച്ചമുളക് ഇടുന്നു, ഇഞ്ചി ഇടുന്നു, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പിൻ്റെ ഇല കൂടി ഒന്നുകൂടി വാടത്ത. അതൊക്കെ വാടി വന്നപ്പോൾ ഇതിലേക്ക് പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, മസാല. വാടിയ ഒന്ന് മൊരിയട്ടെ. ഇതിൻ്റെ പച്ചമണം മാറോളൊന്ന് ഇതാവട്ടെ. ഇതിലേക്ക് തക്കാളി ഇടണം. ആവശ്യത്തിനുള്ള മല്ലിയില ഇടണം. നുറുക്കി കഴുകി വെച്ചിട്ടുള്ള ഇറച്ചി ഇടണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഉപ്പ് നേരത്തെ ഇട്ടുണ്ട്, എന്നാലും ഇത്തിരി ഉപ്പും കൂടി ഇടണം. മൂടി വെച്ച് വേവട്ടെ. നമുക്ക് ഇറച്ചി വേകുമ്പോഴേക്കും മറ്റേ അടുപ്പത്ത് കൂർക്ക വേവിക്കാനിടാം. അപ്പോൾ കൂർക്ക കഴുകി കുക്കറിലിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം, ഇത്തിരി ഉപ്പും പൊടി ഇടണം, ഉപ്പിടണം, പാകത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടെ കത്തിച്ച് വയ്ക്കാം. അപ്പോൾ അത് വേവട്ടെ. അവിടെ ഇറച്ചി വെന്തു. കൂർക്കി വെന്തു. അപ്പോൾ കൂർക്കയിലിടാഞ്ഞ് കൂർക്ക വെന്തു, അതിലിടുന്നു. പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി അതിൽ ഉള്ളി ഇടുന്നു. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അത് ഇതിലിടുന്നു. നമ്മുടെ ഉള്ളി മരിഞ്ഞു. 2 വേപ്പിൻ്റെ ഇല ഇടുന്നതിൽ. നമ്മുടെ കൂർക്കയും ബീഫും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല രസമുള്ള കൂട്ടാനാണ് കൂർക്കിയിട്ട് ബീഫ് വെച്ചാൽ. ഇന്ന് ഇത്രയൊക്കെയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ. ബായ്.